നമസ്തേ. ഇന്ന് നമസ്തേ. ഡബിൾ ബാരൽ നമ്മളെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. നമ്മളെല്ലാ പ്രേക്ഷകർക്കും ആ പുതിയ നമ്മളെ എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞു. ഇന്ന് നമ്മുടെ 2024 പുതിയ പാർലമെന്റിലൊക്കെ നമ്മൾ പ്രധാനമന്ത്രി ഗംഭീരമായിട്ട് അവിടെ ഇരുന്നു കൊണ്ട് നമ്മുടെ പുതിയ സ്പീക്കറിനെ തിരഞ്ഞെടുത്തതും ഓം ബിർള അങ്ങനെ സ്പീക്കർ ആയിക്കൊണ്ട് ഇന്നൊരു ഗംഭീരമായ ഒരു ദിവസമായിരുന്നു. അദ്ദേഹം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർലമെന്റിൽ വലിയൊരു വ്യത്യാസമൊന്നും മുൻകാലത്ത് നിന്ന് മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം, അല്ലെ? പാർലമെന്റ് മന്ദിരം മാത്രമേ മാറിയിട്ടുള്ളൂ. പ്രധാനമന്ത്രി മാറിയിട്ടില്ല, ഫൈനാൻസ് മിനിസ്റ്റർ മാറിയിട്ടില്ല, ഒരാളും മാറിയിട്ടില്ല. ആ സ്പീക്കർ സ്ഥാനത്തിരുന്ന അദ്ദേഹവും മാറിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ആ മന്ദിരത്തിന് മാത്രം ഒരു ചെറിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. വേറെ നമ്മുടെ ഈ NDA സർക്കാരിന് യാതൊരു തരത്തിലുള്ള വ്യത്യാസങ്ങളും ഉണ്ടായിട്ടില്ല എന്ന് ഉള്ളത് തന്നെ നരേന്ദ്രമോദിയുടെയും BJP സർക്കാരിന്റെയും വലിയൊരു വിജയമാണ്. ഇന്ന് ആ വിജയത്തിൽ വിറളി പൂണ്ടു നിൽക്കുന്ന ഒരു വിഭാഗത്തിനെയാണ് മറ്റു ഭാഗത്ത് നമ്മൾ കാണുന്നത്. അപ്പൊ അവർക്ക് ജനാധിപത്യത്തിന്റെ വഴിയിലൂടെ തോൽപ്പിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പൊ മറ്റൊരു വഴിയിലൂടെ തോൽപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഇന്ന് അവരിറങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കാണുകയുണ്ടായി റെയിൽവേയിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്നാണ് കേട്ടത്. നമ്മുടെ ലോകത്ത് തന്നെ ഒരു വലിയ മുന്നേറ്റത്തിൽ നിൽക്കുന്നതാണ് നമ്മുടെ ഇന്ത്യൻ റെയിൽവേ. അവിടെ കുറെ കുത്തിത്തിരിപ്പുണ്ടാക്കി റെയിൽവേയിലെ യാത്രകളെ പറ്റിയിട്ടും റെയിൽവേ പാസഞ്ചേഴ്സിനൊക്കെ പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു, അല്ലേ? നിങ്ങളെ അഭിപ്രായം? കണ്ടു കഴിഞ്ഞു. അത് കഴിഞ്ഞ് പല മേഖലകളിലേക്ക് കടക്കുകയാണ്. ആദ്യം റെയിൽവേയിലേക്ക് കടന്നു, പിന്നെ നമ്മുടെ റോഡ്. ഇന്ന് ഇന്ത്യയിൽ നമ്മൾ ജനിച്ചതിന് ശേഷം കാണാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല റോഡുകൾ ഇന്ന് ഇപ്പോഴാണ് കാണുന്നത്. നമ്മളെ ഈ 60s ഇത് കാണാൻ പറ്റുന്നത്. അതിനു മുമ്പൊന്നും ഇങ്ങനെയുള്ള ഒരു റോഡുകളും ഇന്ത്യ രാജ്യത്ത് കണ്ടിട്ടില്ല. വളരെ വൃത്തികെട്ട റോഡുകളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ ആലോചിക്കാൻ പറ്റാത്ത ഒരു വലിയൊരു ഒരു രംഗമായിരുന്നു. പക്ഷെ അതിനൊക്കെ ഒന്ന് മാറ്റമുണ്ടായി. അവിടെയും ഇവർ തോൽക്കുന്നു, അവിടെ ഇവർക്ക് വിരളി പോണ്ടു. അപ്പം പിന്നെ അതുകൂടാതെ കഴിഞ്ഞ ദിവസം ബോംബെയിൽ ഉള്ള നമ്മളെ അടൽ സേതു എന്ന് പറയുന്ന ആ ഒരു ഭൂഗർഭ ആ റോഡുണ്ടല്ലോ, ആ അതിനെ കുത്തിത്തിരിപ്പാക്കി കാണിക്കാൻ വേണ്ടി അവിടെയുള്ള ചില കോൺഗ്രസ്സുകാരും ആൾക്കാരും കൂടി വേറെ ഏതോ ഒരു റോഡിന്റെ പിക്ചർ എടുത്തിട്ട് കൊണ്ട് അവിടെയും ഒരു വ്യത്യസ്തമായ ഒരു കഥ ഉണ്ടാക്കാൻ നോക്കി. പക്ഷെ അവിടെയും പൊളിഞ്ഞു. ഏതൊക്കെ അമ്പുകൾ ഇങ്ങനെ ഒയ്യുന്നോ അത് മുഴുവൻ പൊളിഞ്ഞു നാറുന്ന ഒരു രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇപ്പം അത് എല്ലാം കഴിഞ്ഞ് അടുത്തൊരു സ്റ്റെപ്പിലേക്ക് കടന്നിരിക്കുന്നു. വിദ്യാർത്ഥികളുടെ മേലാണ് തൊട്ടിരിക്കുന്നത്. നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തിനെയാണ് തൊട്ടിരിക്കുന്നത്. വിദ്യാഭ്യാസ രംഗത്തിനെ മോശമാക്കിക്കൊണ്ട്, വിദ്യാർത്ഥികളെ മോശമാക്കി, വിദ്യാർത്ഥികൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നാട്ടിൽ ഒരു അരാജകത്വം സൃഷ്ടിക്കുവാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. ഇങ്ങനെയുള്ള ഇപ്പൊ നമ്മൾ നീറ്റ് എക്സാം, അതാണ് ഞാൻ പറയുന്നത്. ഈ നീറ്റ് എക്സാം, ആ എക്സാമില് അവിടെ പല പ്രശ്നങ്ങളും ഉണ്ടാക്കി. പ്രശ്നങ്ങളെ പറ്റിയൊക്കെ സത്യൻ വളരെ വിശദമായിട്ട് പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പല പ്രശ്നങ്ങൾ ഉണ്ടാക്കി ജനങ്ങളുടെ മനസ്സിന്റെ അകത്തും വിദ്യാർത്ഥികളുടെ മനസ്സിന്റെ അകത്തൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അവർക്കും ഇന്നത്തെ ഈ ഇന്ത്യ രാജ്യത്തെ വിദ്യാഭ്യാസ രംഗത്തിന് നാശമാക്കി അവരെല്ലാം കൊണ്ടും താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിയെടുക്കാൻ ഇവർക്ക് സാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കപടതയിൽ ഇന്ന് ഇന്ത്യൻ ജനത കുടുങ്ങി മറഞ്ഞു നിൽക്കുകയാണ്. അതിന്റെ ഒരു സത്യങ്ങളെ പറ്റി നമുക്കറിയുന്നത് നമ്മൾ നമ്മുടെ പ്രേക്ഷകരോട് പറയണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത്. അപ്പം സത്യന്റെ അഭിപ്രായങ്ങളും സത്യന് അതിനെ പറ്റി എന്തൊക്കെയാണ്
സ്റ്റഡി ചെയ്തിട്ടുള്ളതെന്നില്ലത് ജനങ്ങളോടൊന്ന് പറയണമെന്ന് ഞാൻ നിങ്ങളോട് ഇതാക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ, നന്ദി മധു. നമ്മളെ ഈ നീറ്റ് എക്സാം, നമ്മൾ നീറ്റ് എക്സാമിൽ ഇപ്പൊ എല്ലാം കുഴപ്പമാണ് എന്ന രീതിയിലാണ് മീഡിയ കവറേജ് വരുന്നത്. പക്ഷേ നമ്മൾ ഒരു കാര്യം ഇതിൽ നോക്കുകയാണെങ്കിൽ, നീറ്റ് എക്സാമിന് മുമ്പ് ഈ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗം എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ പറ്റി നമ്മളൊന്ന് കണ്ണോടിക്കുന്നതാണ്. അതായത് അന്ന് എന്തായിരുന്നു അവസ്ഥ എന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മളൊരു കാര്യം വളരെ ഫെയർ ആയിട്ട് പറയണം, ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ അഡ്മിഷനെ പറ്റി ആർക്കും വലിയ പ്രശ്നമൊന്നുമില്ല. ഏറെക്കുറെ നന്നായിട്ട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകൾ ഉള്ളപ്പോൾ അവിടെ അഡ്മിഷനുകൾ നടന്നിരുന്നു. പണ്ട് ഇതൊരു മോണോപ്പൊളി ആയിരുന്നു. ഗവൺമെന്റിന്റെയും വളരെ അപൂർവം കുറച്ച് പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളും മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നീടാണ് ഭയങ്കരമായിട്ട് പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് എല്ലാവരുടെയും, പ്രത്യേകിച്ച് കർണാടക, മഹാരാഷ്ട്ര, തമിഴ്നാട്, പോണ്ടിച്ചേരി, അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ ഇന്ത്യയിലൊട്ടാകെ അങ്ങനെ ആൾക്കാർ വന്ന് അവിടെ പഠിക്കുന്നു. അപ്പൊ ഇതിൽ ശരിക്കും പറയുകയാണെങ്കിൽ പണ്ട് എങ്ങനെയാന്ന് വെച്ചാൽ, ഈ വിവിധ കോളേജുകൾ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തെ കോളേജുകളുടെ ഒരു കൺസോർഷ്യം ഈ എൻട്രൻസ് എക്സാം നടത്തുമായിരുന്നു. അപ്പൊ എന്ത് പറ്റും വെച്ചാൽ, പലപ്പോഴും ഈ പ്രസ്റ്റീജിയസ് എന്ന് നമ്മൾ വിചാരിക്കുന്ന കോളേജുകളോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് കോളേജസിന്റെയോ അഡ്മിഷൻ, അതിന്റെ എൻട്രൻസ് ടെസ്റ്റും മറ്റ് എൻട്രൻസ് ടെസ്റ്റുകളുമായിട്ട് ക്ലാഷ് ഉണ്ടാവും. അപ്പൊ ഈ സ്റ്റുഡൻസിന് ഓൾറെഡി, അതായത് ഈ മറ്റേ വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും ഒന്ന് ഈ എൻട്രൻസ് ടെസ്റ്റിന്റെ ആ ഒരു ടെൻഷൻ, അത് കൂടാതെ ഈ ഡേറ്റ് ക്ലാഷ് ആവുമ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്ത് എത്തിപ്പെടാൻ പറ്റാത്തതും, ഒരു ടെസ്റ്റ് എഴുതിയാൽ വേറൊന്ന് മിസ്സാവും, അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അത് വലിയൊരു തലവേദനയായി. അപ്പോൾ നമ്മൾ ഇപ്പൊ നീറ്റ് വന്നതിന് ശേഷം ഒരു ഏകീകൃത ഒരു എക്സാം എന്നതിൽ ആർക്കും അതിനെപ്പറ്റി അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും തോന്നുന്നു. കാരണം ഒരു എക്സാമുകളുടെ ഒരു പരമ്പര ആ സമയത്ത് ആ സീസണിൽ നടക്കുന്നതിന് പകരം ഒരു എക്സാം, അതിനെപ്പറ്റി ആർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന്. പക്ഷെ എനിക്ക് ഇതിൽ ഞാനിപ്പോ ഇപ്പൊ നടക്കുന്ന ഈ പ്രശ്നങ്ങളോ അതിലെ എൻക്വയറി ഒക്കെ പോകുമ്പോ തന്നെ അതിലൊക്കെ നമ്മൾ ധാരാളം മീഡിയയിലൊക്കെ അതിനെപ്പറ്റി കണ്ടു കഴിഞ്ഞു. പക്ഷെ എനിക്കൊരു സംശയം തോന്നിയിട്ടുള്ളത്, ഇപ്പൊ നമ്മളൊരു ടിപ്പിക്കൽ ഒരു ഗവൺമെന്റ് കോളേജ് എടുക്കുക ഒരു സംസ്ഥാനം, അവിടുത്തെ 85% സീറ്റും ആ സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി, 15% മാത്രമാണ് ഓൾ ഇന്ത്യ കോട്ടയിൽ കൊടുക്കുന്നത്. അപ്പോ അങ്ങനെ ഒരു എക്സാം ഒരു ഇത് നടത്തിയിട്ട് ഒരു അഡ്മിഷൻ ചെയ്യുമ്പോൾ, അത് ഒരു സംസ്ഥാനത്തിന് വേണമെങ്കിൽ അവിടുത്തെ +2 മാർക്ക് വെച്ചോ അല്ലെങ്കിൽ ആ സംസ്ഥാനം നടത്തുന്ന ഒരു എൻട്രൻസ് ടെസ്റ്റ് വെച്ചിട്ടോ ചെയ്യാവുന്നതാണ് എന്നൊരു അഭിപ്രായം ഈ ചില എക്സ്പേർട്സിന്റെ ഇടയിൽ ഒരു സെക്ഷന് അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്, പ്രത്യേകിച്ച് തമിഴ്നാട്ടിലും കേരളത്തിലും. അതിനോട് ഞാൻ പൂർണ്ണമായിട്ടും വിയോജിക്കുന്നില്ല. സംഭവം ശരിയാണ്, നീറ്റ് ഒറ്റ എക്സാം ആകുമ്പോൾ അതിന്റെ കുറെ ഗുണങ്ങൾ ഉണ്ടെങ്കിൽ, ഇതിലിപ്പോ ഒരു പ്രശ്നം, ഇപ്പോൾ തമിഴ്നാട് പോലത്തെ ഒരു സ്ഥലം എടുക്കുമ്പോൾ അവിടെ ശരിക്ക് ഈ സിറ്റി മേഖലകളിലുള്ള കുട്ടികൾക്കാണ് ഇപ്പൊ നീറ്റ് വന്ന ശേഷം കൂടുതൽ സീറ്റുകൾ കിട്ടും. റൂറൽ മേഖലയിൽ ഉള്ള കുട്ടികൾ മിസ് ഔട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു വലിയൊരു പ്രശ്നമാണ്. അതിൽ ചില വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യുന്നതൊക്കെ എല്ലാ വർഷവും നമ്മൾ ന്യൂസ് കാണാറ്. അപ്പൊ ഇത് ഈ പ്രത്യേകിച്ച് CBSE പഠിക്കുന്ന അല്ലെങ്കിൽ വേറെ ബോർഡ് പഠിക്കുന്ന ഈ സ്റ്റേറ്റ് ബോർഡിനെക്കാളും പ്രത്യേകിച്ച് റൂറൽ ഏരിയ സ്റ്റുഡൻസിന് ഇതൊരു ദോഷമായിട്ട് ഭവിച്ചിരിക്കുക എന്നുള്ളത് ചില വിദഗ്ധർ പറയുന്നുണ്ട്. എനിക്കും അതിനോട് ഏറെക്കുറെ യോജിപ്പാണ്. പിന്നെ വേറൊന്നും നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പൊ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ ശരിക്ക് മാനേജ്മെന്റ് കോട്ട, NRI കോട്ട എന്നെല്ലാം കഴിഞ്ഞിട്ട് പല സംസ്ഥാനങ്ങളിലും 50% അവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഫില്ല് ചെയ്യുന്ന സീറ്റ്സാണ്. പിന്നെ ബാക്കിയുള്ളത്, അപ്പൊ അങ്ങനെ നമ്മളെല്ലാം കൂടി നോക്കുമ്പോൾ ഒരു 35-40% സീറ്റിലേക്കാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു എൻട്രൻസ് ടെസ്റ്റിന്റെ ആവശ്യം വരും. അതായത് ഇപ്പോൾ ഓൾ ഇന്ത്യ കോട്ടയിലേക്ക് ഉള്ള അഡ്മിഷൻ, അതിന് ഒരു ഒറ്റ എൻട്രൻസ്, അതിന്റെ കൂടെ തന്നെ ഈ NRI സ്റ്റുഡൻസിനും പിന്നെ അതുപോലെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലെ അഡ്മിഷൻസിന് വേണ്ടി ഇതേ ശരിക്കും ആവശ്യം. അപ്പോ എൻട്രൻസ് ടെസ്റ്റ് ഇപ്പൊ എന്താ പറ്റുന്ന വെച്ചാൽ, ഇപ്പൊ നമ്മൾ ഗവൺമെന്റ്, ശരിയാണ്, ഗവൺമെന്റ് ഒരു നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വഴി ഈ ടെസ്റ്റ് കഴിയുന്നതും നന്നായി നടത്താൻ നോക്കുന്നുണ്ട്. പക്ഷേ ഇത്രയധികം കുട്ടികൾ എഴുതുന്ന, അതും വിവിധ സെന്ററുകൾ,
അതും ചില ഉള്ളോട്ട് സ്ഥലങ്ങളിലൊക്കെ, ഉള്ളോട്ട് ചിലപ്പോൾ നമ്മൾ വലിയ സംസ്ഥാനങ്ങളിലെ ചില ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടറിൽ ഇവിടെ ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് ഈ എൻട്രൻസ് ടെസ്റ്റിന്റെ ഇത് പേപ്പർ ഔട്ട്സോഴ്സ് ചെയ്തിട്ടാണ്. അതായത് ഇത് വേറൊരു ഏജൻസിയാണ് ഇത് കൊണ്ടുപോയിട്ട് അവിടെ ആ ടെസ്റ്റ് നടക്കുന്ന സെന്ററിലേക്ക് എത്തിക്കുന്നത്. അതിനിടയിലാണ് വളരെ വിദഗ്ധമായിട്ട് ഈ പേപ്പറിന്റെ പാക്കറ്റ് തുറന്ന് ആ പേപ്പർ എടുത്ത് അതിന്റെ സിറോക്സ് കോപ്പി ഉണ്ടാക്കി പിന്നെ നിമിഷ നേരം കൊണ്ട് അത് ഈ ഇന്റർനെറ്റിലെ ഡാർക്ക് നെറ്റ് എന്ന് പറയുന്ന അവിടെയൊക്കെ അവൈലബിൾ ആക്കുന്ന പരിപാടി. അതിന് ഭീമമായ സംഖ്യയാണ്. ഇപ്പൊ ചിലർക്ക് വെറുതെ ഒരു ഇതിന് മാത്രമാണെങ്കിൽ 1 ലക്ഷം റുപ്യ അഡ്വാൻസ് കൊടുത്തിട്ട് പിന്നെ ഒരു 10 ലക്ഷം റുപ്യ ഇത് കഴിയുമ്പോൾ എന്നുള്ള മാതിരി ഒരു സ്കീം. വേറെ ചിലതിൽ 30 ലക്ഷം വരെ മേടിക്കുന്നുണ്ട്. അപ്പൊ അതിൽ തന്നെ ഇടപെട്ടിട്ടുള്ള ഇന്നാള് ഇന്ത്യ ടുഡേ ചാനലിൽ ഒരാൾ വന്നിരുന്നു. ഇവരൊരു ഒളി ക്യാമറ വഴി അയാളുടെ സ്റ്റിംഗ് ഓപ്പറേഷൻ വഴി അയാളായിട്ടുള്ളൊരു ഇന്റർവ്യൂ. അയാൾ വളരെ കൂളായിട്ടാണ് പറയുന്നത്. അയാൾ 2 പ്രാവശ്യം ജയിലിൽ പോയിട്ടുണ്ട് ഈ ഇങ്ങനത്തെ ഇത് നടത്തി. അയാൾ പറയുന്നത് ജയിലുണ്ട്, ജയിൽ കഴിഞ്ഞാൽ ബെയിലും ഉണ്ട്. നിങ്ങൾക്ക് എങ്ങനെ ഞങ്ങളെ ജീവിതകാലം മുഴുവൻ പൂട്ടിയിടാൻ പറ്റുമോ? ഇല്ല. പിന്നെ അയാൾ വളരെ കാര്യമായിട്ട് പറഞ്ഞു, ഇപ്പൊ എല്ലാവരും അന്വേഷിക്കുന്ന ഇതിന്റെ ഒരു കാര്യപ്പെട്ട ഒരാളുണ്ട്, ഇതിന്റെ ശരിക്കും കിങ് പിൻ എന്ന് പറയാവും. അയാളെന്ന് ഒരിക്കലും പിടിക്കാൻ പറ്റില്ല, കാരണം അയാൾ അത്രയും വലിയ ആളാണ്. അയാളെ പിടിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ വേറെ എന്നൊക്കെയുള്ള ഭയങ്കര ഒരു ഇതായിട്ടുള്ള വലിയ 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 ക്ലെയിം ഒക്കെയാണ് പറയുന്നത്. അപ്പൊ അയാൾ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിൽ പോലും ചിലപ്പോൾ ഇവരുടെ ഈ കറുത്ത കരങ്ങൾ ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നാ പറയുന്നത്. അപ്പൊ അതിൽ തന്നെ ഞാൻ വേറൊരു കാര്യം കൂടി ശ്രദ്ധിച്ചത്, ഈ ആദ്യത്തെ പ്രാവശ്യം നീറ്റ് ഫെയിൽ ആവുന്ന ചിലര് 2ാമത്തെ പ്രാവശ്യം വളരെ ഉള്ളോട്ടുള്ള ചില സെന്ററിൽ പോയിട്ട് അവര് എക്സാം എഴുതുകയാണ്. അതായത് അവര് താമസിക്കുന്നതോ പഠിക്കുന്നതോ ആയ സ്ഥലത്തു നിന്ന് വിദൂരമായിട്ടുള്ള സ്ഥലത്ത് പോയിട്ട് എക്സാം എഴുതും. അവിടെ എങ്ങനെ പരിപാടി എന്ന് കേട്ടിട്ടുള്ള വെച്ചാല് അറിയുന്ന ക്വസ്റ്റ്യൻ മാത്രം, ശരിക്കും അറിയുന്ന ക്വസ്റ്റ്യൻ മാത്രം ആൻസർ ചെയ്യും, ബാക്കി നമ്മൾ ബ്ലാങ്ക് ആയിട്ട് പോകും. എന്നിട്ട് ഇപ്പോൾ ഒരു സെന്ററിൽ അതിന്റെ ഡെപ്യൂട്ടി സൂപ്രണ്ടന്റ് ആ സെന്ററിന്റെ അയാളും ടീമും കൂടി ഇരുന്നിട്ട് ഈ കറക്റ്റ് ആൻസേഴ്സ് ഫില്ല് ചെയ്യാണ്. അപ്പൊ അതിന് ഈ ആൻസറിന്റെ കീ റെഡിയാക്കാൻ വേറൊരു ടീം. അപ്പൊ ഇങ്ങനെ വലിയൊരു റാക്കറ്റാണ്. അപ്പൊ ഈ സെൻട്രൽ ഗവൺമെന്റ് ഇപ്പോ നമ്മുടെ മോദിജിയുടെ കീഴിലുള്ള ഒരു ഗവൺമെന്റ് ഉള്ള കാര്യങ്ങൾ വൃത്തിയായി നടത്തണം എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിലും എനിക്ക് തോന്നുന്നു ഈ എല്ലാവർക്കും വേണ്ടി ഒരു, പ്രത്യേകിച്ച് ഈ സ്റ്റേറ്റിലും മറ്റേ ഗവൺമെന്റ് കോളേജസിൽ ഇത് ശരിക്കും നടത്താൻ ഗവൺമെന്റിന് ഒന്നില്ലെങ്കിൽ സ്റ്റേറ്റ് എൻട്രൻസ് അല്ലെങ്കിൽ ഒരു മറ്റേ +2 മാർക്കിന്റെ അടിസ്ഥാനത്തിൽ എന്നുള്ള അത് സ്റ്റേറ്റിന് വിട്ടുകൊടുത്തിട്ട് ബാക്കി വരുന്ന ഈ 35-40%, അതായത് പ്രൈവറ്റ് കോളേജസിന്റെയും ഈ മറ്റേ ഡീംഡ് യൂണിവേഴ്സിറ്റി അങ്ങനത്തെ അവരുടെയാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഒരേ ഒരു എൻട്രൻസിൽ നടത്തേണ്ടത്. കാരണം എന്താ വെച്ചാല് ഇപ്പൊ നമ്മൾ കേരളത്തിൽ ഒരു എൻട്രൻസ് നടത്തുന്നു, അവിടെ മലയാളം മീഡിയത്തിൽ പഠിച്ച ഒരു കുട്ടിക്കും നല്ലൊരു അവസരം കിട്ടും. സ്റ്റേറ്റ് ബോർഡ് പഠിച്ച ഒരു കുട്ടിക്ക് ആ ഒരു സ്റ്റാൻഡേർഡിലുള്ള ഒരു ടെസ്റ്റ് വരുമ്പോൾ അത് എഴുതിയിട്ട് അവരിൽ പലരും അവരുടെ അവിടെ തന്നെ പ്രവർത്തിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. അതായത് ഞാൻ പഠിച്ചൊരു ഡോക്ടറായി ഇന്ന ഏരിയയിൽ എനിക്ക് സേവനം ചെയ്യണം, അതിന്റെ കൂടെ എനിക്കൊരു ജീവിതമാവും, അല്ലാതെ ഭയങ്കര വലിയ സ്വപ്നങ്ങളൊന്നും ഉള്ളവരല്ല. അവർ ചിലരൊക്കെ റൂറൽ ഏരിയയിൽ സെർവ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട് ആത്മാർത്ഥ. വേറെ ഈ സിറ്റി ഇതിലും മറ്റും ക്യാപിറ്റേഷൻ ഫീ കൊടുത്ത് വരുന്ന ഈ ഡോക്ടർമാരാകുന്നവർ അവർക്ക് ഈ പറയുന്ന ഒരു ആത്മാർത്ഥത കാണുന്നില്ല. അതൊരു സത്യമാണ്. ഇപ്പൊ പലരും പറയാ അതെങ്ങനെയാ നിങ്ങൾക്ക് പറയാൻ പറ്റുക, നല്ല ആൾക്കാർ അവിടെ ഇല്ലേ? ഉണ്ട്. ഇപ്പൊ ഇതിന്റെ തന്നെ നമ്മൾ ഇപ്പൊ ഈ നീറ്റ് വെച്ചിട്ട് പോലും വേറൊരു വശം നമ്മൾ കാണേണ്ടത്, ഈ ഒരു വിദ്യാർത്ഥി നല്ല മാർക്ക് സ്കോർ ചെയ്തു, പക്ഷെ അതൊരു ഗവൺമെന്റ് കോളേജ് അല്ല, ഒരു പ്രൈവറ്റ് കോളേജിൽ, നല്ല ഹൈ സ്റ്റാൻഡേർഡ് പ്രൈവറ്റ് കോളേജിലാണെങ്കിൽ ആ ഫീസ് ഈ വളരെ വലിയ മാർക്ക് വാങ്ങുന്ന പലർക്കും താങ്ങാൻ പറ്റും. അപ്പൊ അവിടെയും ഒടുവില് അത്രയും മാർക്കില്ലാത്ത പക്ഷെ പണമുള്ള വിദ്യാർത്ഥിയാണ് ആ സീറ്റ് അവസാനം കിട്ടുന്നത്. അപ്പൊ നമ്മൾ ഈ നീറ്റ് നടത്തിയിട്ട് എല്ലാം ഈക്വൽ ആക്കി എല്ലാവർക്കും ഒരേ മാതിരി എന്നുള്ളത് ആ ക്ലെയിം ശരിയല്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ഇവിടെയും അവസാനം ഇത് തീരുമാനിക്കുന്ന പൈസ തന്നെയാണ്. ഇപ്പൊ നിങ്ങളുടെ റാങ്ക് താഴെയാണെങ്കിലും നിങ്ങളുടെ അടുത്ത് അത്യാവശ്യം പൈസ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ സാധാരണക്കാരന് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത കോളേജിൽ നിങ്ങൾക്ക് ഒരു സീറ്റ് ഒപ്പിക്കാൻ പറ്റും, അത് നല്ല കോളേജിൽ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇതിനെപ്പറ്റി ഗവൺമെന്റ് ഇപ്പൊ ഈ പ്രാവശ്യം ഇപ്പൊ ഈ പറഞ്ഞ മാതിരി റീടെസ്റ്റ് കൊടുത്തിട്ടുണ്ട് ചില വിദ്യാർത്ഥികൾക്ക്, അത് കൊടുക്കുക. പിന്നെ ഒരു റീനീറ്റിനൊന്നും സ്കോപ്പില്ല.
എന്നാ എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ എന്റെ ഇത് തെറ്റായിരിക്കും. കാരണം വെച്ചാൽ ഓൾറെഡി ഇങ്ങനെ ഇത് ചെറിയ സംഗതി അല്ല ഇത് നടത്തുന്നത്. ഇത് വലിയൊരു സാഹസമാണ് ഈ ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്ത് ഇത്ര വലിയൊരു സംഭവം നടത്തുന്നത്. അപ്പൊ ഒരു റീടെസ്റ്റിന് സ്കോപ്പ് ഉണ്ടോ എന്നറിയില്ല. പക്ഷെ സുപ്രീം കോടതിയിലാണ് കേസ്. എന്തായാലും സുപ്രീം കോടതിയും കേന്ദ്ര ഗവൺമെന്റും ഒരു കാര്യം വളരെ ഉറപ്പാണ്, കേന്ദ്ര ഗവൺമെന്റ് ഇതിൽ തെറ്റുകൾ പറ്റി എന്ന് സമ്മതിക്കാൻ അവർക്ക് ഒരു മടി ഉണ്ടായിട്ടില്ല. ധർമ്മേഷ് പ്രധാൻ, അത് ഇപ്പോഴത്തെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി, അദ്ദേഹം വളരെ ഓപ്പൺ ആയിട്ട് പറഞ്ഞു ചില പിഴവുകൾ പറ്റിയിട്ടുണ്ട്, ഞങ്ങൾ അത് എങ്ങനെയെങ്കിലും നികത്തിയിട്ട് എല്ലാവർക്കും സമ്മതമാവുന്ന രീതിയിൽ ഒരു ഇത് ഞങ്ങൾ ഇപ്രാവശ്യം ചെയ്യും. പക്ഷെ ഇപ്രാവശ്യം ചെയ്യുന്നതോടുകൂടി ഗവൺമെന്റ് ആലോചിക്കേണ്ട ഒരു കാര്യം, ഇത്രയും വലിയ ഒരു സിംഗിൾ ടെസ്റ്റ് എല്ലാ കുട്ടികളെയും ഇങ്ങനെ ചെയ്തിട്ട് അതെങ്ങനെ നോക്കിയാലും ഇതുപോലത്തെ മാഫിയകൾക്ക് ഇന്റർവീൻ ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ട്. അതിന് പകരം ഇപ്പോ നമ്മള് ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി ഇപ്പൊ ചില സംസ്ഥാനങ്ങളിൽ അവർ നടത്തുന്ന ടെസ്റ്റോ അല്ലെങ്കിൽ +2 മാർക്കോ ഒരു മാനദണ്ഡമാക്കിയിട്ട് അഡ്മിഷൻ കൊടുക്കും. ഈ ബാക്കി വരുന്ന ഒരു 40, അതായത് പ്രൈവറ്റ് പിന്നെ ഡീംഡ് യൂണിവേഴ്സിറ്റീസ് അങ്ങനെ വരുന്നവർക്ക് വേണ്ടിയാണ് ശരിക്കും ഒരു ടെസ്റ്റ് വേണ്ടത്. അങ്ങനെ ആകുമ്പോൾ ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ജോലിഭാരം വളരെ കുറയും. ഉള്ള ടെസ്റ്റ് വളരെ ഭംഗിയായിട്ടും വളരെ വൃത്തിയായിട്ടും അത് നടത്താൻ പറ്റും. ശരിക്ക് മെറിറ്റിൽ അർഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതിൽ സീറ്റ് കിട്ടും ചെയ്യും. ആർക്കും ഒരു നിരാശയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിൽ BJP കുറ്റം പറയുന്ന കുറെ ആൾക്കാരെ കണ്ടു. BJPയുടെ ഒരു ട്രാക്ക് റെക്കോർഡ് എടുക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മള് ഉത്തർപ്രദേശിലെ ഒരു നോക്കുകയാണെങ്കിൽ അവിടെ പണ്ട് ഈ എക്സാം മാഫിയ കടന്ന് വിളയാട്ടായിരുന്നു. അത് മെഡിക്കൽ ടെസ്റ്റ് മാത്രമല്ല, എല്ലാവിധ പരീക്ഷകളും പിന്നെ അവിടെ നടക്കുന്ന റിക്രൂട്ട്മെന്റിലും എല്ലാം മാഫിയയുടെ കളിയാണ്. അത് ആൾക്കാർ അത് ഇതൊക്കെ ഇങ്ങനെ നടക്കൂ എന്നുള്ളത് സഹിച്ചിരിക്കുന്ന ഒരു സമയത്താണ് BJPയുടെ കല്യാൺ സിംഗ് ഗവൺമെന്റ് വരുന്നത്. കല്യാൺ സിംഗ് അദ്ദേഹം MLA ആയിട്ട് അവിടെ ചെന്ന മുതൽ ഈ കാര്യത്തിൽ അദ്ദേഹം വളരെ വ്യാകുലനായിരുന്നു. അതായത് എന്തുകൊണ്ട് ഇങ്ങനത്തെ വലിയൊരു സംസ്ഥാനത്ത് ഇത് വൃത്തിയായി നടത്താൻ പറ്റുന്നില്ല. കാരണം ആഫ്റ്റർ ഓൾ ഇത് ഉള്ളി ഒരു സംസ്ഥാനത്തിന് വേണ്ടിയുള്ള ഒരു ഇതാണ്. അദ്ദേഹം എന്ത് ചെയ്തു വെച്ചാല് ശക്തമായിട്ടുള്ള ഒരു നിയമം കൊണ്ടുവരികയും ഈ ഇങ്ങനത്തെ ഉള്ള ഇത് ചെയ്യുന്ന ആരാണെങ്കിലും വിദ്യാർത്ഥികൾ ഉൾപ്പെടെ കയ്യാമം വെച്ചിട്ട് കൊണ്ടുപോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പൊ അതിനും ഒരു എന്താ പറ്റിയ വെച്ചാൽ ഈ കയ്യാമം വെച്ചിട്ട് മീഡിയ ഭയങ്കരമായിട്ട് ഇത് വന്നപ്പോ ജനങ്ങളുടെ ഇടയിൽ അതിനെതിരെ കുറച്ചൊരു ഇത് വന്നു. അതായത് ആഫ്റ്റർ ഓൾ ഒരു സ്റ്റുഡൻസ് അല്ലേ, പക്ഷെ സ്റ്റുഡൻസ് ആണെങ്കിലും അവരുടെ കയ്യിലിരിപ്പ് എന്താണെന്ന് നോക്കണം. അപ്പൊ അത് വന്നപ്പോ ഇവരെന്ത് വെച്ചാൽ ഈ മറ്റേ സമാജ്വാദി പാർട്ടി, അവർക്ക് പിന്നെ ഇങ്ങനത്തെ ഒന്നും പ്രശ്നമില്ലല്ലോ, മാഫിയ ആണെങ്കിൽ അതിലും അവർക്ക് ഷെയർ വരും. അവരെ ഗവൺമെന്റ് വന്ന ഉടനെ, കല്യാൺ സിംഗ് ഭരണത്തിൽ നിന്ന് പോയി സമാജ്വാദി പാർട്ടി വന്ന ഉടനെ ഈ നിയമം അവർ സ്ക്രാപ്പ് ചെയ്തു. വീണ്ടും സംഗതികൾ പഴയതിലേക്ക് പോയി. പക്ഷെ വീണ്ടും വന്ന BJP ഗവൺമെന്റ് തിരിച്ച് വീണ്ടും കൊണ്ടുവന്നു. പക്ഷെ അതിൽ ഈ പറഞ്ഞ മാതിരി കുട്ടികളൊക്കെ കയ്യാമ വെച്ച് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയൊക്കെ ഒഴിവാക്കിയിട്ട് വേറൊരു നിയമം കൊണ്ടുവന്നു. ഇപ്പൊ പക്ഷെ ഉത്തർപ്രദേശിന്റെ ഒരു ഭാഗ്യത്തിന് യോഗി ആദിത്യനാഥ് വന്ന ശേഷം അദ്ദേഹം ഈ മാഫിയകൾക്കെതിരെ ശരിക്കും ഒരു ഭയങ്കര ധർമ്മയുദ്ധമാണ് എന്ന് വെച്ചിട്ട് അവിടെ പ്രശ്നങ്ങളില്ല എന്നില്ല. ഇപ്പൊ ഏതോ ചില പോലീസ് റിക്രൂട്ട്മെന്റിൽ എന്തോ കേസ് മറ്റേ പേപ്പർ ലീക്ക് ആവുന്ന പ്രശ്നങ്ങളൊക്കെ. അല്ലാണ്ട് ഇതുപോലെ ആൾക്കാർ വന്നിരുന്നിട്ട് വേറൊരാളുടെ ആധാർ കാർഡ് കാണിച്ചിട്ട് വേറൊരാൾ ടെസ്റ്റ് എഴുതുക, വേറൊരു മാഫിയ മറ്റേ ഇതില് ഈ ബ്ലൂടൂത്ത് വഴി ആൻസർ പറഞ്ഞു കൊടുക്കുക, ആ പരിപാടി നടത്തും. അപ്പോൾ അതുമാതിരി ഇതിൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് വലിയൊരു റോൾ ഉണ്ട്. അത് യോഗി ആദിത്യനാഥ് അത് നടത്തി കാണിച്ചു തന്നിട്ടുണ്ട്. അതായത് ഇതുപോലെയുള്ള മാഫിയകളെ ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ നിയമ നടപടിക്ക് മുമ്പിൽ കൊണ്ടുവരിക, വേണ്ടി വന്നാൽ ഇങ്ങനെയുള്ള സംഗതികൾക്ക് വേണ്ടി പുതിയ നിയമ നടപടികൾ, നിയമനിർമ്മാണം നടത്തുക, ഇതെല്ലാം ചെയ്തിട്ട് ഇതാക്കണം. നീറ്റ് ഒരു പുതിയ രൂപത്തിൽ കുറച്ചുകൂടി ഒരു നമ്പേഴ്സ് കുറയുന്ന, അതായത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് അതിനിപ്പോൾ എന്തായാലും ഗവൺമെന്റ് പുതിയൊരു ചീഫിനെയൊക്കെ അപ്പോയിന്റ് ചെയ്തു. ഇപ്പോഴത്തെ ഡയറക്ടറെ ഒഴിവാക്കിയിട്ട് പുതിയ ഡയറക്ടറെ അപ്പോയിന്റ് ചെയ്തു. തീർച്ചയായിട്ടും നരേന്ദ്രമോദി ബാക്കി എല്ലാ കാര്യത്തിലും ചെയ്ത പോലെ തന്നെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഒരു കുറ്റമറ്റ ഒരു നല്ലൊരു ഇതായിട്ട് മാറും എന്നുള്ളതിൽ ഒരു സംശയം ആർക്കും. പക്ഷെ അങ്ങനെ വരുന്നതിന്റെ കൂടെ ഈ എക്സാമിന്റെ വ്യാപ്തി ഒന്ന് കുറയ്ക്കാമോ എന്നൊരു സംഗതി കൂടി സർക്കാർ നോക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുകയാണെന്ന് തോന്നുന്നു. കാരണം ഈ വിഷയത്തിൽ നമ്മൾ ഇനിയും പല ഇത് കൊണ്ടുവരും.
കാരണം ഇപ്പൊ ഓരോ നിമിഷത്തിലും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പൊ പലതും നമ്മൾ മാറ്റങ്ങൾ വന്നു. ചെയ്യേണ്ടത് ഇവിടെ അറസ്റ്റ് ചെയ്യുന്നു, അവിടെ പിടിക്കുന്നു, അങ്ങനെ പലത്. അപ്പൊ നമ്മൾ വീണ്ടും ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ കൂടുതൽ വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും. പ്രേക്ഷകര് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതിനെപ്പറ്റിയുള്ള കമന്റുകൾ വല്ലതും ഉണ്ടെങ്കിൽ ഞങ്ങളും കാര്യമായി നോക്കുന്നു. കാരണം ഈ വിഷയം എല്ലാവർക്കും വളരെ താല്പര്യമുള്ള ഒരു വിഷയമാണ്. അപ്പൊ അതുകൊണ്ട് ഇതിൽ ഞങ്ങൾ ഇപ്പൊ ഈ പ്രസന്റ് ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും അത് നിങ്ങൾ കമന്റ് സെക്ഷനിൽ അതിനെപ്പറ്റി അഭിപ്രായം പറയുക. ഞങ്ങളുടെ വീഡിയോകൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തി ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കും. നമസ്തേ.